ഇന്ത്യയുടെ ചരിത്ര കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക് പീരീഡിൻ്റെ ആരംഭമായിട്ട് നമ്മൾ പറയുന്നത് വേദ കാലഘട്ടം അല്ലെങ്കിൽ വേദിക് പീരീഡാണ്. ഈ വേദിക് പീരീഡിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. BC 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തിനെ ഏർലി വേദിക് പീരീഡ് എന്നും BC 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തിനെ ലേറ്റർ വേദിക് പീരീഡ് എന്നാണ് പറയുന്നത്. സോ വേദഗ്രന്ഥങ്ങളായിട്ടുള്ള സാമവേദം, യജുർവേദം, അഥർവവേദം, അതിനോടൊപ്പമുള്ള ബ്രാഹ്മണങ്ങൾ, അരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ ഇവയൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ള BC 1000-നും BC 600-നും ഇടയിലുള്ള ലേറ്റർ വേദിക് പീരീഡിലെ ചരിത്രവും സംസ്കാരവും പൊളിറ്റിയും മറ്റ് അറേഞ്ച്മെൻറ്റുകളും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. സോ ലേറ്റർ വേദിക് പീരീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്റററി എവിഡൻസിലൂടെയും ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാലത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തമാണ്. നമ്മൾ ചരിത്രത്തെ ശിലായുഗം, അതുപോലെ തന്നെ വെങ്കലയുഗം, അയൺ ഏജ്, ഇങ്ങനെ പല കാലഘട്ടങ്ങളായിട്ട് തിരിക്കാറുണ്ട്. സോ ഇന്ത്യയിലെ ഈ അയൺ ഏജിൻ്റെ ആരംഭം ഈ ലേറ്റർ വേദിക് പീരീഡിലാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള യജുർവേദം, അഥർവവേദം ഒക്കെ നോക്കുകയാണെങ്കിൽ ശ്യാമ അയസ്, കൃഷ്ണ അയസ് പോലെയുള്ള ചില ലോഹങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം. വളരെ ഡാർക്ക് കളറായിട്ടുള്ള അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ള, കറുത്ത നിറത്തിലുള്ള ഒരു ലോഹത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ പ്രതിപാദിച്ചിരിക്കുന്ന ലോഹം ഇരുമ്പാണ് എന്ന് പിന്നീട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിൻ്റെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമായി മാറാനുള്ള കാരണം എന്താണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഈ വേദിക് സൊസൈറ്റി, വേദകാലഘട്ടത്തിലെ സമൂഹത്തിലെ ആളുകൾക്ക് ജോഗ്രഫിക്കലി കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏർലി വേദിക് പീരീഡ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്താണ്, വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ്. സപ്ത സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തായിരുന്നു അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അവിടെ നിന്നും അവർക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു ഈസ്റ്റ് വേർഡ് മൈഗ്രേഷൻ ഇവിടെ സംഭവിക്കുകയാണ്. അതിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് വിളിക്കുന്ന ഗംഗ, യമുന സമതല പ്രദേശമാണ് എന്ന് കാണാം. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ അന്നും ഇന്നും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ജലലഭ്യതയുള്ളൊരു മേഖലയാണെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ, ഈ വേദകാലഘട്ടത്തിലൊക്കെ അവിടെ വലിയ രീതിയിലുള്ള കാടുകളായിരുന്നു തഴച്ചു വളർന്നിരുന്നത്. ഈ കാടുകളെ ക്ലിയർ ചെയ്താൽ മാത്രമേ ഈ വേദ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന കോപ്പർ ടൂൾസ്, ബ്രോൺസ് ടൂൾസ് കൊണ്ടൊന്നും ഈ കാടുകളെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഈ കാടുകളെയെല്ലാം ക്ലിയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഈ ഗംഗ, യമുന സമതലത്തിൽ സെറ്റിൽ ചെയ്ത് താമസിക്കാൻ ഇവർക്ക് സാധിക്കുകയാണ്. സോ ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്പാൻഷനാണ് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ശതപാത ബ്രാഹ്മണ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തിൽ ആര്യന്മാരുടെ ഈസ്റ്റ് വേർഡ് മൈഗ്രേഷനെ കുറിച്ചും അവിടെയുള്ള സെറ്റിൽമെൻറ്റുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിൽ അവരുടെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ അവരുടെ ജോഗ്രഫിക്കൽ ഏരിയയെ ഗംഗ, യമുന സമതലത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഇവർ ഈ ഗംഗ, യമുന സമതല പ്രദേശങ്ങളിലേക്ക് വരികയും അവരവിടെ താമസിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ എക്കണോമിക് ആക്ടിവിറ്റികളിൽ അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ജീവിത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. നമ്മളിപ്പോൾ ഏർലി വേദിക് പീരീഡ് നോക്കുകയാണെങ്കിൽ വേദ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കാറ്റിൽ റിയറിങ്ങും പാസ്റ്ററലിസവും ആയിരുന്നു. കന്നുകാലി വളർത്തലും അതിനോടനുബന്ധിച്ചിട്ടുള്ള തൊഴിലുകളുമായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ ഗംഗ, യമുന സമതലത്തിലേക്ക് വരുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ജലലഭ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുമുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇരുമ്പിൻ്റെ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഈ ജലത്തെയും മണ്ണിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇവർ വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും കൃഷി ഈ ഒരു സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിത മാർഗമായി മാറുകയും ചെയ്തു എന്നാണ് വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശതപാത ബ്രാഹ്മണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 12 കാളകൾ വലിക്കുന്ന കലപ്പയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കാണാം. സോ ഇത്രയും കാളകൾ വലിക്കുന്ന ഒരു കലപ്പയുണ്ടെങ്കിൽ അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കലപ്പയായിരിക്കാമെന്ന് പറയുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള കൃഷി ഇവർ ചെയ്യുന്നതിനെയാണ് ഇത് പ്രതിപാദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഥർവവേദത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങൾക്കെതിരെ, പെസ്റ്റിനെതിരെയൊക്കെ അല്ലെങ്കിൽ അവയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈ അഥർവവേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ കൃഷിയുടെ ഒരു പ്രാധാന്യത്തെ ഇതും ചൂണ്ടിക്കാണിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഇവർ കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളെക്കുറിച്ചും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഇവർ കൃഷി ചെയ്തിരുന്നത് ഗോധുമ എന്ന് വിളിക്കുന്ന ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റിനെ ആയിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ വൃഹി എന്ന് പറഞ്ഞിട്ടുള്ള അരി ഇവർ കൃഷി ചെയ്തിരുന്നു എന്ന് കാണാം. പണ്ട് കാലത്ത് മുതലേ ഇവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന യവ എന്ന് പറഞ്ഞിട്ടുള്ള ബാർലി പോലെയുള്ള ധാന്യങ്ങളും ഇവർ കൃഷി ചെയ്തുണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇത്രയും വലിയ രീതിയിൽ അല്ലെങ്കിൽ കൃഷി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്.
ഇങ്ങനെ കൃഷി അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജീവിത മാർഗമായി മാറുമ്പോൾ ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അത്രയും കാലവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു വേദിക് പീപ്പിൾ എപ്പോഴും ജീവിച്ചിരുന്നത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു, പാസ്റ്ററലിസം ആയിരുന്നു. അപ്പോൾ ഗ്രീൻ പാസ്റ്റേഴ്സ് തേടി, പച്ചപ്പുള്ള പ്രദേശങ്ങൾ തേടി എപ്പോഴും അവർക്ക് സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു സ്ഥലത്ത് അവർ സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങുകയാണ്. കാരണം കൃഷി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്ഥലത്തെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് വേദിക് പീപ്പിൾ ആരംഭിക്കുന്നതിനും ഈ കൃഷിയും ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും കാരണമാവുകയാണ്. ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. ജീവിത രീതിയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഏർലി വേദിക് പീരീഡിൻ്റെ സമയത്ത് വേദിക് പീപ്പിളിൻ്റെ സ്വത്ത് അവർ കണക്കാക്കിയിരുന്നത് അവരുടെ കയ്യിൽ എത്രത്തോളം കാറ്റിൽ, എത്രത്തോളം കന്നുകാലികളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലൊക്കെ നടന്നിരുന്ന യുദ്ധം എന്ന് പറയുന്നത് മറ്റൊരു ഗോത്രത്തിൻ്റെ കയ്യിലുള്ള കന്നുകാലികളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അതിനെ ഗവിഷ്ടി എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഈ ലേറ്റർ വേദിക് പീരീഡിലേക്ക് കടന്നു വരുമ്പോൾ ഇവരുടെ സ്വത്തിനെ അളക്കുന്നത് ഇവരുടെ കയ്യിൽ എത്രത്തോളം ഭൂമിയുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇവിടെ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും മറ്റൊരാളുടെ ഭൂമി പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടായി മാറുന്നുണ്ട്. സോ ഭൂമി സ്വത്തിൻ്റെ ഒരു വലിയ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച്. ഇനി ഇത് മാത്രമല്ല, ഇവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ഏർലി വേദിക് പീരീഡിൻ്റെ സമയത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ജനയായിരുന്നു, ഒരു ട്രൈബായിരുന്നു. ആ ട്രൈബിലെ ആളുകളും അവരുടെ കന്നുകാലികളും മറ്റു സ്വത്തുക്കളും എല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു ജന എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ യൂണിറ്റ് ജനപദ ആയി മാറുകയാണ്. ജനപദങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ജനപദ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ആ ഒരു ട്രൈബിലെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ പാദം പതിഞ്ഞ സ്ഥലം, അവിടെ ലാൻഡിന് അല്ലെങ്കിൽ ടെറിട്ടറിക്ക് വലിയ ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് കാണാം. സോ ഏർലി വേദിക് പീരീഡിൽ ആളുകളായിരുന്നു ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് എങ്കിൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ ജനപദങ്ങൾ അല്ലെങ്കിൽ ആ ആളുകൾ താമസിക്കുന്ന ആ ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയാണ് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഗംഗ യമുന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജനപദങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത് കാണാം. കുരു, പാഞ്ചാല പോലെയുള്ള പല ജനപദങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നു. ഇവരുടെ കാലഘട്ടത്തിന് ശേഷം കാശി, കോസല, വിദേഹ പോലെയുള്ള ജനപദങ്ങൾ ഉയർന്നു വരുന്നത് കാണാം. ഈ ജനപദങ്ങൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള രാജ്യങ്ങളുടെയൊക്കെ ഒരു ആദിമ രൂപമായിട്ട് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിനെയൊക്കെ രാഷ്ട്ര എന്ന് പറഞ്ഞുള്ള വാക്കുകൊണ്ട് പ്രതിപാദിക്കുന്നത് കാണാം. ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ രാഷ്ട്രങ്ങളല്ല, എന്നാൽ രാഷ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി അവിടെ കടന്നു വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ ടെറിട്ടറികൾക്കും അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഏരിയയ്ക്കും വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആര്യ സമൂഹം ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളെയും പല പേരുകളിൽ ഈ പറഞ്ഞുള്ള ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കാണാം. നോർത്തേൺ ഇന്ത്യയെ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരുന്നത് ആര്യവർത്ത എന്നുള്ള പേരിലാണ്. കുറച്ചുകൂടി സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ അതിനെ മധ്യദേശ എന്നും, വീണ്ടും തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ദക്ഷിണപാത എന്നുമൊക്കെ പല പേരുകളിൽ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ജന എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിൽ നിന്നും ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്ന, ഒരുപാട് ജോഗ്രഫിക്കൽ ഏരിയയുള്ള, ഒരുപാട് ടെറിട്ടറികളുള്ള ജനപദങ്ങളായിട്ടും രാജ്യങ്ങളായിട്ടും രാഷ്ട്രങ്ങളായിട്ടും ഒക്കെ ഈ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് വലുതാവുമ്പോൾ ആ പൊളിറ്റിക്കൽ യൂണിറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പദവിക്കും വലിയ രീതിയിലുള്ളൊരു ഇമ്പോർട്ടൻസ് കടന്നു വരുന്നത് നമുക്ക് കാണാം. പണ്ട് കാലത്ത് രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ട്രൈബൽ ചീഫ് മാത്രമായിരുന്നു. തൻ്റെ ട്രൈബിലെ കാറ്റിൽസിൻ്റെ, അവിടുത്തെ പശുക്കളുടെയും മറ്റ് കന്നുകാലികളുടെയും ഒക്കെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിലായിരുന്നു രാജൻ എന്ന് പറഞ്ഞുള്ള പൊസിഷൻ ഉണ്ടായിരുന്നത്. അത്ര വലിയൊരു പൊസിഷൻ ആയിരുന്നില്ല. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെയും അവരുടെ സ്വത്തിൻ്റെയും അവരുടെ ടെറിട്ടറിയുടെയും സംരക്ഷകനായിട്ട് ഈ രാജൻ മാറുകയാണ്. എന്ന് മാത്രമല്ല, വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ യുദ്ധങ്ങളിൽ ഈ ജനത്തെ അല്ലെങ്കിൽ ജനപദത്തെ നയിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ആളുമായിട്ടും ഈ രാജൻ മാറുകയാണ്. അപ്പോൾ രാജൻ എന്ന സ്ഥാനം ഇത്രയും വലിയൊരു സ്ഥാനമായി മാറുമ്പോൾ അതിന് ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കൈവരുമ്പോൾ ഏർലി വേദിക് പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രൈബിൻ്റെ ഉള്ളിലെ ഏറ്റവും കഴിവുള്ള ആളുകൾ തിരഞ്ഞെടുത്താണ് അവരുടെ ട്രൈബൽ ചീഫ് അല്ലെങ്കിൽ രാജനാക്കി മാറ്റിയിരുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് കടന്നു വരുമ്പോൾ പതിയെ പതിയെ മൊണാർക്കിയൽ സിസ്റ്റത്തിൻ്റെ ഉദയം നമുക്ക് കാണാം. അതായത് ആ സമൂഹത്തിലെ ഒരാൾ രാജാവായി മാറുന്നു, എന്നാൽ അടുത്ത രാജാവിനെ എലക്ട് ചെയ്യുകയല്ല, പതിയെ പതിയെ രാജസ്ഥാനം ഹെറിഡിറ്ററി ആയി മാറുകയാണ്. ഇപ്പോൾ ശതപാത അതുപോലെ തന്നെ ഐതരേയ പോലെയുള്ള ബ്രാഹ്മണങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദശപുരുഷ രാജ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നത് കാണാം. അതായത് 10 തലമുറകളിലായി ഒരേ കുടുംബത്തിൽ തന്നെ രാജസ്ഥാനം കൈമാറി വരുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. സോ ഈ രീതിയിൽ ഹെറിഡിറ്ററി ആയിട്ട് രാജസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു മൊണാർക്കിയൽ സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റവും ഈ ലേറ്റർ വേദിക് പീരീഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു മൊണാർക്കിയൽ സിസ്റ്റം ആരംഭിക്കുമ്പോൾ രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനം വളരെ വലുതാകുമ്പോൾ രാജാവിന് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കിട്ടുമ്പോൾ രാജാവും അതുപോലെ തന്നെ ആ ജനപദത്തിലെ ജനങ്ങളും തമ്മിലുള്ള റിലേഷനിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാം.
ഏർലി വേദിക് പീരീഡിൽ രാജന് ആ ട്രൈബിലെ ജനങ്ങൾ പലതരത്തിലുള്ള ബലികൾ നൽകുമായിരുന്നു. എന്നാൽ അതൊരു വോളണ്ടറി ബലിയായിരുന്നു. ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം രാജാവിന് ബലി നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ ജനങ്ങൾ നിർബന്ധമായിട്ടും രാജാവിന് ദാനങ്ങളും ബലികളും നൽകണം എന്നുള്ള ഒരു സിസ്റ്റം കടന്നു വരികയാണ്. ടാക്സ് അല്ലെങ്കിൽ നികുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അവിടെ യൂസ് ചെയ്യുന്നില്ല. എന്നാലും അതുപോലെ തന്നെയുള്ള ഒരു ബലി അല്ലെങ്കിൽ ദാന സിസ്റ്റം ഇവിടെ കടന്നു വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ രാജാവ് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഏർലി വേദിക് പീരീഡിൽ സഭ, സമിതി പോലെയുള്ള കൗൺസിലുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കൗൺസിലുകളുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള കൗൺസിലുകൾ അവിടെ ഉണ്ട്. ആ കൗൺസിലുകളിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന മെമ്പർഷിപ്പ് ഇല്ലാതാവുകയാണ്. ഈ കൗൺസിലിൽ സമൂഹത്തിലെ എലീറ്റ് ആയിട്ടുള്ള കുറച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അംഗത്വമുള്ളൂ. എന്നിരുന്നാൽ കൂടിയും രാജാവിൻ്റെ തീരുമാനം ഈ സഭയ്ക്കും സമിതിക്കും ഒക്കെ മേലെയായി മാറുകയാണ്. ആ ഒരു രീതിയിൽ ഈ രാജാവിൻ്റെ അധികാരത്തിനും സ്ഥാനത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൈവരുന്നു. അത് ലേറ്റർ വേദിക് പീരീഡിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജാവിനെയൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്രാട്ട്, വിരാട്ട് പോലെയുള്ള വലിയ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല, ആ രാജാവിൻ്റെ രാജ്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്രാജ്യ പോലെയുള്ള വാക്കുകൾ വരെ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് ലേറ്റർ വേദിക് പീരീഡിലെ ഒരു വലിയ മാറ്റമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പണ്ട് കാലത്ത് ഈ ജന എന്ന് പറഞ്ഞുള്ള ട്രൈബിൽ നിന്നും ഒരു രാജാവിനെ തിരഞ്ഞെടുത്തത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. പലതരത്തിലുള്ള മത്സരങ്ങൾ അതുപോലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആളായിരുന്നു രാജാവായി മാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്രയും വലിയൊരു സാമ്രാജ്യം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജനപദത്തിൻ്റെ മുകളിൽ ഒരാൾ രാജാവായിട്ടിരിക്കുന്നു. അയാൾ ഹെറിഡിറ്ററി ആയിട്ട് ഈ രാജസ്ഥാനം കൈമാറി വരുമ്പോൾ സമൂഹത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രാജാവിൻ്റെ സ്ഥാനം കുറച്ച് ഡിവൈൻ ആക്കി മാറ്റുകയാണ്. അതായത് രാജാവിൻ്റെ സ്ഥാനം ദൈവതുല്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഐതരേയ ബ്രാഹ്മണ എന്ന് പറഞ്ഞുള്ള കൃതിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ അസുരന്മാർ ദേവന്മാരെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദേവന്മാരുടെ ലീഡറായിട്ടുള്ള പ്രജാപതി, അദ്ദേഹമാണ് ഇവിടെ സൃഷ്ടാവായിട്ട് പറയുന്നത്. ഈ പ്രജാപതി ഒരു കാര്യം ദേവന്മാരുടെ അടുത്ത് പറയുകയാണ്, ഈ യുദ്ധങ്ങളിൽ ദേവന്മാരെ നയിക്കാൻ ഒരു രാജാവില്ലാത്തതായിരുന്നു അവരുടെ പ്രശ്നം. അങ്ങനെ പ്രജാപതിയുടെ നേതൃത്വത്തിൽ ഇന്ദ്രദേവനെ ദേവന്മാരുടെ രാജാവായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ അസുരന്മാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ദേവന്മാർക്ക് ജയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉള്ളതുകൊണ്ട് അത് മനുഷ്യരുടെ ഇടയിലും ഉണ്ടാവണം. മനുഷ്യരുടെ ഇടയിൽ ദേവന്മാരുടെ നേതാവായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള പ്രജാപതിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, പ്രജാപതിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് രാജാവിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ രാജാവിൻ്റെ സ്ഥാനം ഡിവൈൻ ആണ് എന്നൊരു കാഴ്ചപ്പാട് ഇവർ മുന്നോട്ട് വെക്കുന്നു. സോ രാജാവിന് ഈ ഡിവിനിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസുകളും യാഗങ്ങളും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു രാജാവിനെ രാജാവായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് രാജസൂയ, വശ്വമേധ, വാജപേയ ഇങ്ങനെയുള്ള ഒരുപാട് യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദൈവതുല്യനായിട്ടുള്ള ഒരു സ്ഥാനത്ത്, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് രാജാവ് വരുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റൊരു ക്ലാസ് ഓഫ് ആളുകളും ഇവിടെ ഉയർന്നു വരുന്നത് കാണാം. കാരണം ഇത്തരത്തിലുള്ള യാഗങ്ങൾ, സാക്രിഫൈസുകൾ, അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ആളുകൾ മുന്നോട്ട് വരണം. അത്തരം ആളുകളെയാണ് നമ്മൾ പ്രീസ്റ്റ്ലി ക്ലാസ് അല്ലെങ്കിൽ പുരോഹിത വർഗം എന്ന് പറയുന്നത്. സോ ലേറ്റർ വേദിക് പീരീഡിലേക്ക് കടന്നു വരുമ്പോൾ സമൂഹത്തിൽ പ്രോമിനൻ്റ് ആയി മാറുന്നത് ഈ രാജാക്കന്മാർ മാത്രമല്ല, അവരെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളിലെല്ലാം നേതൃത്വം കൊടുക്കുന്ന പുരോഹിത വർഗത്തിനും ഇവിടെ വലിയൊരു ഉയർച്ച ഉണ്ടാവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒന്ന് കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഏർലി വേദിക് പീരീഡിൽ നിന്നും ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ ഒരു സോഷ്യൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏർലി വേദിക് പീരീഡിൽ പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവിടെയും ട്രൈബുകളെ നയിക്കുന്ന രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നു. ജനങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന പുരോഹിത വർഗ്ഗം ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ കന്നുകാലിയൊക്കെ വളർത്തി അല്ലെങ്കിൽ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആർക്കും ഏത് തൊഴിലും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള തെളിവുകൾ ഏർലി വേദിക് പീരീഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സോഷ്യൽ ഹയരാർക്കി, സമൂഹത്തെ പല ക്ലാസ്സുകളായിട്ട് തിരിക്കുകയും ഈ ക്ലാസ്സുകളിൽ ഉയർന്ന ക്ലാസ്സുകളും താഴ്ന്ന ക്ലാസ്സുകളുമായിട്ട് ആളുകളെ തരംതിരിക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ ഹയരാർക്കി കടന്നു വരുന്നത് കാണാം. ഇതിനെയാണ് നമ്മൾ ചാതുർവർണ്ണ സമ്പ്രദായത്തിൻ്റെ ഒരു തുടക്കം എന്നൊക്കെയായിട്ട് പറയുന്നത്. ഇപ്പോൾ ലേറ്റർ വേദിക് പീരീഡ് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് ഋഗ്വേദത്തിലെ 10ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത്. ഈ 10ാമത്തെ മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പുരുഷ സൂക്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരുഷ സൂക്തത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ 4 ക്ലാസ്സിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ 4 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ, രജന്യ, വൈശ്യ, ശൂദ്ര. ഈ 4 വാക്കുകൾ കേൾക്കുമ്പോൾ ഇവിടെ ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്ഷത്രിയ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന് പകരം രജന്യ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല വർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദം ഈ പുരുഷ യുക്തത്തിൽ പ്രയോഗിച്ചിട്ടുമില്ല.
അപ്പോൾ ഈ 4 ക്ലാസ്സിലുള്ള ആളുകൾ ഒരു പ്രിമീവിയൽ മാൻ, പുരുഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിമീവിയൽ മാൻ്റെ ദേഹത്തിൻ്റെ പല ഭാഗത്തു നിന്നുമാണ്, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ബലിയുടെ ഭാഗമായിട്ട് ദേഹത്തിൻ്റെ പല ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഈ പുരുഷൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണന്മാരും, തോളിൽ നിന്ന് രാജന്യ അല്ലെങ്കിൽ ക്ഷത്രിയന്മാരും, തുടയിൽ നിന്ന് വൈശ്യന്മാരും, അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നിന്ന് ശൂദ്രന്മാരും ഉണ്ടായി എന്നാണ് ഈ പുരുഷ സൂക്തത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. ആദിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പുരുഷൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ക്ലാസ് ഓഫ് ആളുകൾ ഉണ്ടായെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റിജിഡിറ്റി കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇങ്ങനെ തന്നെ നിലനിൽക്കണം, ഇതിനകത്ത് മാറ്റങ്ങൾ വരാൻ പാടില്ല എന്നുള്ളൊരു റിജിഡിറ്റി കൊണ്ടുവരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഹയരാർക്കി ഇവിടെ പറയുകയാണ്. തലയിൽ നിന്നും പാദം വരെയുള്ള ഭാഗത്തു നിന്നും ഓരോ ക്ലാസ് ഓഫ് ആളുകൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ഉയർന്ന ക്ലാസ്സിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണ്, താഴ്ന്ന ക്ലാസ്സിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഹയരാർക്കിയും ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ കൃത്യമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഈ ലേറ്റർ വേദിക് പീരീഡിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഈ ഉയർന്ന ക്ലാസ്സിലിരിക്കുന്ന ആളുകൾക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഏർലി വേദിക് പീരീഡിൽ കന്നുകാലി വളർത്തലായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, അധികമായിട്ടുള്ള പ്രൊഡക്ഷൻ നടന്നിരുന്നില്ല. എന്നാൽ കൃഷിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ കൃഷിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ അധികമായിട്ടുണ്ടാകുന്ന പ്രൊഡക്ഷൻ സമൂഹത്തിൽ ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും. അപ്പോൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒന്നിലധികം ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് കൃത്യമായി ഈ സർപ്ലസ് വരാൻ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് സഹായകരമാകും. ഇത് നമ്മുടെ വേദിക് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, ലോകത്തിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയിലും ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ലോകത്ത് എവിടെയൊക്കെ അഗ്രികൾച്ചർ, കൃഷി ചെയ്തുകൊണ്ട് മനുഷ്യൻ സെറ്റിൽ ചെയ്ത് താമസിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ സർപ്ലസ് ആയിട്ടുള്ള ഉൽപ്പാദനം ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം ഇത്തരത്തിൽ ഉയർന്ന രീതിയിലും താഴ്ന്ന രീതിയിലുമുള്ള ഒരു ക്ലാസ് സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ അത് വേദിക് പീരീഡിലാണ് സംഭവിച്ചത്, അത് ഈ വർണ്ണ സിസ്റ്റത്തിലൂടെയാണ് സംഭവിച്ചത് എന്നുള്ളത് തിരിച്ചറിയുക. എന്നാൽ ഈ ലേറ്റർ വേദിക് പീരീഡിലും നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ പിൽക്കാലത്ത് കണ്ടിട്ടുള്ള രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 3 ക്ലാസ്സിലുണ്ടായിരുന്ന ആളുകൾ, ബ്രാഹ്മണർ, രാജന്യർ, അതുപോലെ തന്നെ വൈശ്യർ എന്ന് പറയുന്ന ആളുകൾക്കെല്ലാം അവരെ ദ്വിജാസ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് രണ്ടാമത് ജനിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ദ്വിജ എന്ന് പറയുന്നത്. അതായത് ഇവർ ഏത് തൊഴിലിൽ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽപ്പെട്ടുള്ള ആളുകളാണെങ്കിലും ഉപനയന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറിമണിയിലൂടെ വേദങ്ങൾ പഠിക്കാനും അതുപോലെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ആദ്യത്തെ 3 ക്ലാസ്സിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽപ്പെട്ടുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ മാരേജ് ചെയ്യുന്നതിനുള്ള ഒരു അവസരവും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എന്നാലും ഒരു ഇന്റർ മിക്സിങ് അവിടെ പോസിബിൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്നാൽ പതിയെ പതിയെ നമ്മളിത് പിൽക്കാലത്ത് കണ്ട രീതിയിലുള്ള ഒരു സ്ട്രോങ് ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നു. ഒരാളൊരു ക്ലാസ്സിലാണ് ജനിക്കുന്നത് എങ്കിൽ അയാൾക്ക് ആ ഒരു തൊഴിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മറ്റൊരാളുമായിട്ട് മിക്സ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്നത് പിൽക്കാലത്താണ്. ബ്രാഹ്മണ, ക്ഷത്രിയ പോലെയുള്ള പദങ്ങൾ യൂസ് ചെയ്യുന്നതും വർണ്ണ എന്ന് പറഞ്ഞുള്ള സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും പിന്നീട് വന്നിട്ടുള്ള ധർമ്മസൂത്രം പോലെയുള്ള കൃതികളിലാണ് എന്നും പറയപ്പെടുന്നത്. എന്നാലും ഇങ്ങനെ ഒരു സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ ലേറ്റർ വേദിക് പീരീഡുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ റിലീജിയനും റിച്വൽസും ഒക്കെയാണ്. ഇപ്പോൾ ലേറ്റർ വേദിക് പീരീഡിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഏർലി വേദിക് പീരീഡിൽ നിന്നും വലിയൊരു മാറ്റം സംഭവിക്കാൻ നമുക്ക് കാണാം. ഏർലി വേദിക് പീരീഡിലെ പ്രധാനപ്പെട്ട ദേവന്മാരൊക്കെ നോക്കുകയാണെങ്കിൽ പ്രകൃതിയും പ്രതിഭാസങ്ങളുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ദ്രൻ, അഗ്നി, വരുണൻ ഇങ്ങനെയുള്ള ദൈവങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ദേവന്മാരായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് കടന്നു വരുമ്പോൾ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രജാപതി, അതുപോലെ തന്നെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് വിഷ്ണു, രുദ്രൻ ഇങ്ങനെയുള്ള ദൈവങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാം. ആചാരങ്ങളുടെ രീതിയിലും വലിയ രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട്. ഏർലി വേദിക് പീരീഡിൽ പ്രധാനമായിട്ടും പ്രാർത്ഥനകളിലേക്കും മന്ത്രങ്ങളിലേക്കുമൊക്കെ ആയിരുന്നു ഇവരുടെ വിശ്വാസം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് സാക്രിഫൈസുകൾ, ബലികൾ, യാഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ സാക്രിഫൈസുകൾക്കും യാഗങ്ങൾക്കും ഒക്കെ സമൂഹത്തിൽ വലിയ പ്രാധാന്യം കടന്നു വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യാഗങ്ങൾക്കും സാക്രിഫൈസുകൾക്കും എല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രീസ്റ്റ്ലി ക്ലാസ്, പുരോഹിത വർഗത്തിന് ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു മേൽക്കോയ്മ കിട്ടുകയാണ്. ഓൾറെഡി അവർ സമൂഹത്തിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിലാണുള്ളത്. അതുപോലെ തന്നെ ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തീരുമാനത്തിനനുസരിച്ച് നടപ്പിലാവാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ പ്രീസ്റ്റ്ലി ക്ലാസ്സിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും മുന്നോട്ട് വരികയാണ്. ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സമൂഹത്തിന് പറയാനുള്ളത് അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു പ്രശ്നം. എന്ന് മാത്രമല്ല ഇവിടെ എക്കണോമിക് ആയിട്ടുള്ള ഒരു ആംഗിളും കൂടെ കടന്നു വരികയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ സമൂഹത്തിൽ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം നടത്തുന്നത്. കൃഷിയുടെയും മറ്റു കാര്യങ്ങളുടെയും ഭാഗമായിട്ട് പലതരത്തിലുള്ള ഉൽപ്പാദനം ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഈ ബലിയിലേക്കും സാക്രിഫൈസുകളിലേക്കും മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവകകളുടെ ഭൂരിഭാഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ബലിക്കും സാക്രിഫൈസിനും വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്നു.
എന്ന് മാത്രമല്ല ഇവരുടെ കയ്യിൽ ബാക്കിയുള്ള ഇവരുടെ വിളവിൻ്റെ ഇവരുടെ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗം ഇത്തരത്തിലുള്ള ബലികളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ദാനമായിട്ട് കൊടുക്കേണ്ടി വരുന്നു. രാജാക്കന്മാർക്കും ഈ പറഞ്ഞുള്ള രീതിയിൽ ബലിയും ദാനവും ഒക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഇവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കും പോകുന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു റിലീജിയനെതിരെ അല്ലെങ്കിൽ ഈ ഒരു ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ പ്രീസ്റ്റ്ലി ഡോമിനൻസിനെതിരെ ആളുകൾ മുന്നോട്ട് വരുന്നത്. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രീസ്റ്റ്ലി ഡോമിനൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബുദ്ധിസം, ജൈനിസം പോലെയുള്ള വിവിധ സെക്റ്റുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ BC 6-ാം നൂറ്റാണ്ട് കാലത്തൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ബുദ്ധിസത്തിലും ജൈനിസത്തിലും ഒക്കെ ആകൃഷ്ടരായി അത്തരത്തിലുള്ള സെക്റ്റുകളിലേക്ക് പോവുകയും ഈ പ്രീസ്റ്റ്ലി ഡോമിനൻസിന് വലിയൊരു ഭീഷണി നേരിടേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭീഷണി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു വേദിക് റിലീജിയനിൽ ചെറിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അവിടെയാണ് ഉപനിഷത്തുകൾ എഴുതപ്പെടുന്നത്. നമ്മൾ വേദങ്ങളുടെ തന്നെ ഏറ്റവും അവസാനത്തെ പോർഷനായിട്ടാണ് ഉപനിഷത്തുകൾ കടന്നു വരുന്നതെന്ന് കാണാം. ഏകദേശം BC 6-ാം നൂറ്റാണ്ടിൽ, അതായത് ഈ ലേറ്റർ വേദിക് പീരീഡിൻ്റെ ഒക്കെ ഒരു അവസാന കാലഘട്ടത്തിലാണ് ഉപനിഷത്തുകൾ രചിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഉപനിഷത്തുകളെ വേദാന്തങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അതായത് വേദത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലാണ് ഈ ഉപനിഷത്തുകൾ കടന്നു വരുന്നത്. ഈ ഉപനിഷത്തുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വേദിക് ഫിലോസഫിയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ബലികൾ, സാക്രിഫൈസുകൾ ഇവയിൽ നിന്നെല്ലാം മാറിയിട്ട് കുറച്ചും കൂടി ഭക്തി എന്നുള്ള രീതിയിൽ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഉപനിഷത്തുകൾ സംസാരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു റിലീജിയസ് വ്യൂവിൽ, സാക്രിഫൈസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു റിലീജിയസ് വ്യൂവിൽ നിന്നും ഒരു ഷിഫ്റ്റ് ഈ ഉപനിഷത്തുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. സോ എയർലി വേദിക് പീരീഡിൽ നിന്നും ലേറ്റർ വേദിക് പീരീഡിലേക്ക് കടന്നു വരുമ്പോൾ സോഷ്യലി, പൊളിറ്റിക്കലി, എക്കണോമിക്കലി മാത്രമല്ല റിലീജിയസ്ലി പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഒരു വേദിക് പീരീഡിനെ നമ്മളിങ്ങനെ എയർലി, ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 2 കാലഘട്ടങ്ങളായിട്ട് പഠിക്കുന്നത്. സോ ലേറ്റർ വേദിക് പീരീഡുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.